മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. പോയില്ലേ, അതിന്റെ എഫക്ട് എല്ലാം പോയില്ലേ. ഞെട്ടി കേൾക്കേണ്ട കാര്യങ്ങൾ ഞെട്ടി തന്നെ കേൾക്കണം. അതാ അതിന്റെ ഒരു സുഖം. 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിൽ വരട്ടെ എന്ന നിലപാടിലാണ് BJP ഉള്ളത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുക എന്ന് ചോദിച്ചാൽ അതൊരു വലിയ പദ്ധതിയാണ്, ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആണ്. അടുത്ത 10 വർഷത്തേക്ക് BJPക്ക് ഒരു രാഷ്ട്രീയ പദ്ധതിയുണ്ട്. നോക്കൂ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിൽ വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? LDF അധികാരത്തിൽ വന്നാൽ നിശ്ചയമായും കോൺഗ്രസ് ഇല്ലാതെയാകും, UDF ഇല്ലാതെയാകും. കാരണം UDF-ൽ നിന്ന് അടുത്ത നിമിഷം മുസ്ലിം ലീഗ് LDF-ലേക്ക് മാറും, LDF-ലേക്ക് ചുവടുമാറും. കാരണം കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലില്ലാത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അധികാരത്തിലില്ലാതെ അവർക്കിനി അധിക നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവരുടെ MLA-മാരൊക്കെ ജനപ്രിയരല്ലാതായി തീർന്നിരിക്കുകയാണ്. ജനങ്ങൾ വന്ന ഓരോ ആവശ്യങ്ങൾ പറയുമ്പോൾ അധികാരമില്ലാത്തതുകൊണ്ട് തന്നെ ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ആ തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചില്ലെങ്കിൽ UDF-ൽ ഒരു കമ്മിറ്റ്മെന്റോടുകൂടി നിൽക്കാനൊന്നും ലീഗ് തയ്യാറാകില്ല. അടുത്ത നിമിഷം തന്നെ അവർ LDF-ലേക്ക് ചുവടുമാറും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കോൺഗ്രസിന്റെ സ്ഥിതി എന്താകുമെന്ന് നമുക്ക് പറയാനും കഴിയില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ചില പ്രതീക്ഷകളുണ്ട്. നോക്കൂ, 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്താണ് BJP. അതുപോലെ തന്നെ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്താണ് BJP. അതുകൊണ്ട് 20 മണ്ഡലങ്ങളിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന പാർട്ടിയാണ് BJP. ഒരു 10 സീറ്റ് BJPക്ക് 2026 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ലഭിക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടമാണ്. അതായത് കോൺഗ്രസ് ഇല്ലാതാകുന്നു, UDF ഇല്ലാതാകുന്നു. 2026 തെരഞ്ഞെടുപ്പിൽ 10 സീറ്റ് BJPക്ക് ലഭിക്കുകയും ചെയ്താൽ 2031 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലുണ്ടല്ലോ BJP ആയിരിക്കും കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്നത്. തീട്ടം പോലും കിട്ടൂല എന്ന് പണ്ട് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അതെത്ര ശരിയാ? ഇത് കണ്ടോ, ഇപ്പൊ 10 പൈസക്ക് പോലും ഗതിയില്ലാതായി. കാരണം കോൺഗ്രസിന്റെ പൊടി പോലും ഉണ്ടാകില്ല, UDF ഉണ്ടാകില്ല. പിന്നെ കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ട് വളർന്നു വരാൻ കഴിയുന്നത് BJPക്കാണ്. 2031 കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ട് BJP വന്നാൽ 2036 കേരളം പിടിക്കാൻ BJPക്ക് നിസ്സാരമായി കഴിയും എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. കാരണം 4 തുടർ ഭരണങ്ങളിലൂടെ CPM കേരളത്തെ ബംഗാളാക്കും. ബംഗാളായി CPM കേരളത്തെ മാറ്റി തീർത്താൽ പിന്നെ BJPക്ക് അനായാസമായി കേരളത്തിന്റെ ഭരണം പിടിച്ചെടുക്കാം. ഇതാണ് അടുത്ത 10 വർഷത്തെ പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്.